നമസ്കാരം. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നതും ജോബ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതായത് ജോലിയായിട്ട് ചെയ്യുന്ന കാര്യത്തിനെ ആണ് നമ്മൾ ജോബ് എന്ന് പറയുക. എന്നാൽ അതിൻ്റെ കടമയാണ് എന്ന് അർത്ഥത്തിൽ ചെയ്യുന്ന സമയത്ത് അത് ഡ്യൂട്ടിയായി മാറും. പല ആൾക്കാരും ഇത് ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായിക്കോട്ടെ ഒരു ജോലിയായിട്ട് മാത്രം കാണുന്ന ഒരുപാട് ആൾക്കാർ. അത് ജോലിയായിട്ട് അതിൻ്റെ ജോലിയാണ്. അത് 10 മണിക്ക് വരിക, 5 മണിക്ക് ഇറങ്ങി പോവുക. അതിൻ്റെ ഇടയിൽ അവർക്ക് ആ ഏൽപ്പിച്ച ആ ഒരു പണി എടുക്കുക. അതിന് ശേഷം അവരായിട്ട് ലോകത്ത് അല്ലെങ്കിൽ അവർ മാറി മാറി നിൽക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. എന്നാൽ നമ്മളെ ജോലിയിലെ ഇടയിൽ അതൊരു അവരുടെ കടമയായിട്ട് എടുക്കുന്ന സമയത്ത് അത് അവർ വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഒരു അച്ഛൻ മകനോട് പറയുന്നു, നീ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഒരുപാട് ഇല്ലേ, അല്ലെങ്കിൽ മകളോട് നമ്മൾ പറയുന്നു. അത് അവൻ ഒരു ജോലിയായിട്ട് എടുക്കണോ കടമയായിട്ട് എടുക്കണോ? കടമയായിട്ട് എടുക്കുന്ന സമയത്ത് അവനക്ക് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് അവൻ അച്ഛന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കടമ ആയിട്ട് ചെയ്യും. ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഗൃഹനാഥൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ, ഒരു വീട്ടമ്മ ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കടമയായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ അവർ വ്യാപൃതമായി നിൽക്കുന്നുണ്ടാവും. അതിനവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂലിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൂലി കൊടുക്കുന്ന രീതിയേ ഇല്ല. പക്ഷേ അതൊരു കടമയായിട്ട് ചെയ്യുന്നു, ജോലിയായിട്ട് ചെയ്യുന്നതല്ല, അതൊരു കടമയായിട്ട് ചെയ്യാറ്. അപ്പോൾ ഈ കടമയായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, ആ ടീം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. ആ ടീമായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുപോലത്തെ ടീംസിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ കുടുംബമായിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് പോകും. ഡ്യൂട്ടിയായി ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും ശുഭോദയം നേരുന്നു.